ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു കൃഷി പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടി എന്തിനുള്ളതാണ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് ഒരാളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പം പണ്ട് ഞാനൊരു 4 വർഷം മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ചെടിയെ പറ്റിയാണ്. ദിവസവും 10 സെൻറ്റിമീറ്ററോളം വളരുന്ന ഒരു അധിനിവേശ സസ്യത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിയുടെ സ്വാഭാവിക പച്ചപ്പിനെ പോലും നശിപ്പിച്ച് വൻമരങ്ങളെ പോലും വലിഞ്ഞു മുറുക്കി ഇല്ലാതാക്കുന്ന ഒരു സസ്യം. കണ്ടാൽ വളരെ ഒരു വള്ളിച്ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. എന്നാൽ വളരെയധികം നാശം ചെയ്യുന്ന ഒരു സസ്യമാണിത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരയിടത്തിൽ ഒരു കൃഷി പോലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കൊണ്ട് വളരെയധികം ഗുണങ്ങളുമുണ്ട്. നമ്മളുടെ പശുക്കൾക്കാണെങ്കിലും ആടുകൾക്കാണെങ്കിലും മുയലുകൾക്കുമൊക്കെ നല്ല രീതിയിൽ അവർ ആസ്വദിച്ച് ഭക്ഷണമായിട്ട് കഴിക്കുന്നതും കൂടിയാണ് ഈ ചെടി. അപ്പോൾ ഈ ചെടിയെ പറ്റിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ട്, നമ്മളിടുന്ന വീഡിയോസ് അവർക്ക് കിട്ടുന്നില്ല, നിങ്ങൾ വീഡിയോ ഇടുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് സാൻഡ്രം വ്ലോഗ് എന്ന നമ്മളുടെ ചാനലിൽ കയറി ഒന്ന് കാണണം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ വള്ളിച്ചെടിയെ പറ്റി അറിയാം. ദേ കണ്ടോ, നമ്മളുടെ ഇവിടെ ധൃതരാഷ്ട്ര പച്ച എന്നാണ് ഈ ചെടിക്ക് അറിയപ്പെടുന്നത്. അമേരിക്കൻ പച്ച, കയ്പവള്ളി എന്നിങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇത് നമ്മളുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. 8% പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഈ ചെടി എപ്പോൾ നമ്മളെവിടെ കണ്ടാലും ഇതിങ്ങനെ പന്തലിച്ച് നിൽക്കും, കൂടെയുള്ള ചെടികളെല്ലാം മുരടിച്ച് നിൽക്കുന്നതായിട്ടും കാണും. മറ്റ് സസ്യങ്ങൾക്കും കൂടെ കിട്ടേണ്ട ഭൂമിയിലുള്ള മൊത്തം മൂലകങ്ങളെയും പോഷകങ്ങളെയും വലിച്ചെടുത്ത് സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം പോഷകങ്ങളുടെ കലവറയാണ്. 8% പൊട്ടാസ്യം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. അതായത് ഇപ്പോൾ കൃഷി, നമ്മുടെ തെങ്ങും അതുപോലെ വലിയ വലിയ മരങ്ങൾക്കൊക്കെ വളം കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് ഒരുപാട് പറമ്പിലുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിലൊരു വളമാക്കി എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. അതുകൂടാതെ തന്നെ ഈ ചെടി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് വിത്തുകൾ ഇത് കാറ്റിൽ കൂടെ പറന്ന് പറമ്പിലെല്ലാമായി അവിടെ എവിടെ എല്ലാം കിടന്ന് പൊട്ടിക്കിളുക്കാണ് പതിവ്. അങ്ങനെ ഇത് ലോകം മൊത്തമാകും. അതുകൊണ്ട് തന്നെ ഇതൊരു രീതിയിൽ ഇത് നാശവും വേറൊരു രീതിയിൽ ഇത് നമുക്ക് ലാഭവും കൂടിയാണ് കേട്ടോ. അപ്പം ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് വളമാക്കാം എന്ന് വെച്ചാൽ 3 രീതിയിൽ ഞാനിവിടെ വളമാക്കി ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, ഇതിൻ്റെ ഇല മാത്രം എടുത്തതുണ്ട്, ഇതുപോലെ ഇല മാത്രം കട്ട് ചെയ്തെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ട് ഭാഗം കണ്ടോ, ഈ തണ്ട് ഉൾപ്പെടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ അല്ല, ഈ നോഡിൽ നിന്ന് കണ്ടോ, ഇവിടെ വേര് പോലെ കാണാം. ഇവിടെ നിന്നെല്ലാം വേര് വന്ന് അവിടെ കിടന്ന് ഇത് കിളുക്കും. നമ്മളിത് പുരയിടത്തിൽ ഡയറക്റ്റ് വളമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിയേക്കാൾ കൂടുതൽ ഇതായിരിക്കും നന്നായിട്ട് വളർന്നു വരിക. അതുകൊണ്ട് ഇലകൾ മാത്രം കട്ട് ചെയ്ത് നമുക്ക് അടിവളമായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്, ഇത് മൊത്തത്തിലേ എടുത്ത് നമുക്ക് ഇന്ന് വളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഞെരടി എടുക്കുകയോ, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരലിൽ ഇടിച്ചൊക്കെ എടുത്ത് ആളുകൾ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കമൻറ്റിലൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് വെള്ളം കൂടെ ചേർത്തിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പൊട്ടാസ്യം പെട്ടെന്ന് നമുക്ക് ചെടികൾക്ക് അബ്സോർവ് ചെയ്യാനും പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും അത് സഹായിക്കും. അതുപോലെ തന്നെ തെങ്ങിനും വാഴയ്ക്കും ഒക്കെ വളമായിട്ട് കൊടുക്കണമെങ്കിൽ വലിയ ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ ആക്കി ഇതിനെ മൊത്തത്തിൽ വേരോടുകൂടി തന്നെ കട്ട് ചെയ്ത് മൊത്തം എടുക്കുക. നികക്കെ വെള്ളം ഒഴിക്കുക. കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. കാരണം ഒരു 7 ദിവസം വരെ ഇത് പുളിപ്പിക്കാൻ വെക്കാം. എന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുക. പുളിപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് 2 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് തെങ്ങിനും വാഴയ്ക്കും കമുകിനും എല്ലാ പച്ചക്കറികൾക്കും എല്ലാം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുവേ. ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം, ഇപ്പം നമുക്ക് നല്ല രീതിയിൽ വെയിലെല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് ഇപ്പം മഴ കിട്ടി തുടങ്ങി. മഴ കിട്ടുന്ന സമയത്തല്ല ഈ വിത്ത് ഇവിടെ കിടക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ കിടന്ന് പൊട്ടി മുളച്ചിട്ട് ഇതുപോലുള്ള സസ്യങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഇതിനെ വളരാൻ വളരെ അനുയോജ്യമായതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ മൊത്തം എല്ലാ പ്രദേശത്തും കാണും. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ കൂടുതലും പറിച്ച് കളയാതെ ഇതുപോലെ വളമാക്കി കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത ഒരു സാധനമാണെന്ന് വെച്ച് നിങ്ങൾ ദൂരെ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഇത് പറമ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കളയാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്ക് അത് കൃഷിയിടത്തിൽ നാശമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമാകും. അതുപോലെ ഇത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.